എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. എല്ലാവരും IO എക്സാമിന് വേണ്ടിയുള്ള ഫൈനൽ തയ്യാറെടുപ്പിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ചെറിയ വീഡിയോ കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. ഈ വീഡിയോയിൽ നമ്മൾ ഈ IO എക്സാം, അതായത് 18 ഫെബ്രുവരി 2025 നടക്കാൻ പോകുന്ന IO എക്സാമിന് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്, വാട്ട് ടു എക്സ്പെക്ട്, എന്തായിരിക്കണം നമ്മുടെ എക്സാം ഹോൾഡർ സ്ട്രാറ്റജി ടു മാക്സിമൈസ് അവർ പെർഫോമൻസ്, നമ്മുടെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് എക്സാം ഹോളിൽ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ എക്സാമിന് അതായത് നമുക്കറിയാം ഒരു പുതിയ സിലബസ് ആണ്, കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ, സിലബസ് മാറിയതിനു ശേഷം പഠിക്കാൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി എങ്ങനെ നമ്മുടെ പെർഫോമൻസ് മാക്സിമം ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്, അവസാനം വരെ ഒന്ന് കണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഈ സെഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ലെവൽ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ IO എക്സാമിൽ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വാട്ട് ടു എക്സ്പെക്ട് ഇൻ ദിസ് എക്സാം, ക്വസ്റ്റ്യൻ ടൈപ്പ് എങ്ങനെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനെ ബേസ് ചെയ്തിട്ട് റെഫറൻസ് വെച്ച് ഞാനൊരു കാര്യം പറയാം. നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഫിസിക്സിൽ, കെമിസ്ട്രിയിൽ, മാത്സിൽ സിലബസ് വെച്ചിട്ട് നമുക്കറിയാം, സിലബസിൽ ചില സിലബസ് വളരെ ഡീറ്റെയിൽ ആണ്. കെമിസ്ട്രിയുടെ സിലബസ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആണ് അല്ലേ. ഫിസിക്സ് ആണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. മാത്സ് ആണെങ്കിലും വാസ്റ്റ് ആണ്, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്, വെയിറ്റേജും കൂടുതലാണ്. ഫിസിക്സിൽ ഈ പറയുന്ന പോലെ നമുക്ക് കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ടാവും. കുറച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കെമിസ്ട്രി ആണെങ്കിലോ, കെമിസ്ട്രിയിൽ സാധാരണഗതിയിൽ നമ്മുടെ സിലബസ് തന്നെ വളരെ വാസ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് സെഷൻസിലൂടെയാണ് കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ അതിൽ ചില ഓപ്ഷൻസ് അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസിന് എന്താണ് ഒരു പ്രത്യേകത, ഒന്നിലധികം ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അങ്ങനെ സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വരികയാണെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി അവിടെ കൺഫ്യൂസ്ഡ് ആവും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം അറ്റംപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSC എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്തേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അതായത് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്ന ചോദ്യങ്ങളും എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് ഓഫ് എ സൂപ്പർ കണ്ടക്ടർ എന്താണെന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മുടെ സിലബസിൽ ഇത് എടുത്ത് പറഞ്ഞിട്ടില്ല, സൂപ്പർ കണ്ടക്ടേഴ്സിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു അഡ്വാൻസ് ലെവൽ ടോപ്പിക്കാണ്. കാരണം ഇതിന്റെ ഡെറിവേഷൻ, ഈ ഒരു ഫോർമുലയുടെ ഡെറിവേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് വെക്ടർ കാൽക്കുലസ് വെച്ചിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻസ് വെച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു എക്സാമിന് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ഫോർമുല ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സാമിന് അങ്ങനത്തെ ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എന്താവും, കുറച്ച് അഡ്വാൻസ് ലെവലോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തോ അല്ലെങ്കിൽ സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്സ് ഒക്കെ വരാം. ആ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് അവസാനം വരെ ഇരിക്കരുത്. കാരണം അതെന്ന് പറയുന്നത് ഒരു 5% ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന 90 ചോദ്യങ്ങളോ 95 ചോദ്യങ്ങളോ ഉണ്ടാവും. ഈ ഒരു 5 ചോദ്യങ്ങൾ കാരണം ഞാൻ എന്താണ് പറഞ്ഞത്, ഈ 5 ചോദ്യങ്ങൾ ചിലപ്പോൾ ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് ഉണ്ടാവാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആൻസേഴ്സ് വരുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം. ഇത് വെച്ചുകൊണ്ട് നമ്മുടെ മെജോറിറ്റി സമയം കളയരുത്. ഇതൊരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം 10 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അവനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കി അറിയാവുന്ന ചോദ്യങ്ങൾ മാക്സിമം വൃത്തിയായിട്ടും കറക്റ്റായിട്ടും എഴുതാൻ ശ്രമിക്കുക. ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വേണം. മാത്സിൽ നമുക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ പലതും ന്യൂമറിക്കൽ അല്ല, പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തും ഫോർമുലേഴ്സിനെ ബേസ് ചെയ്തും ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അല്ലേ. മാത്സിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അത് മാത്രമല്ല ലാസ്റ്റ് മിനിറ്റ് ആ ക്വിക്ക് പോയിന്റ്സ് ഒക്കെ ഒന്ന് എന്ത് ചെയ്താൽ നോട്ട് ചെയ്തിട്ട് പോവുക. കാരണം പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടാകുന്നത് ലാസ്റ്റ് മിനിറ്റ് വരെയും പ്രോപ്പർട്ടീസും ഫോർമുലാസും ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ കാര്യം കൂടി ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്. നമുക്ക് കുറച്ച് അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് വന്നേക്കാം, സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്സ് വന്നേക്കാം. അതൊന്നും കണ്ട് പാനിക് ആവരുത്. അതൊരു മൈനോറിറ്റിയാണ്. നമുക്ക് മെജോറിറ്റിയും എന്താണ് ഈ പറയുന്ന അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കും, നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കും. പക്ഷേ റാൻഡം ആയിട്ടായിരിക്കും ഓരോ കോഡിലും കിടക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ടഫ് ആണെങ്കിൽ അത് വിട്ടിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരിക. ബാക്കി ആ ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് അവസാനം ഹാൻഡിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് പറ്റും, ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവസാനം വരെ കൊണ്ട് എത്തിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെ ഒരു വെറൈറ്റി പാറ്റേൺ ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും എളുപ്പവും എല്ലാ ക്വസ്റ്റ്യൻസും ടഫും അങ്ങനെയൊന്നും ആയിരിക്കില്ല, മിക്സഡ് ബാഗ് ആയിരിക്കും. അത് ആ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ IO എക്സാമിന് വേണ്ടി പോകാനായിട്ട്. ആ ഒരു പോയിന്റ് ക്ലിയർ ആണല്ലോ. ഞാൻ എക്സാമ്പിൾ ഉൾപ്പെടെ പറഞ്ഞാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സ്പെക്ട് ടൈം കൺസ്യൂമിംഗ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുക. ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് ഡിഫിക്കൽട്ടി തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാവാം. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 to 3 അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ വരെയൊക്കെ ഔട്ട് ഓഫ് സിലബസ് വന്നേക്കാം. ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഇത് എനിക്ക് അറിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന 100 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് അറിയാം 100ൽ ഒരു 90 ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു 10 ചോദ്യം കണ്ട് നിങ്ങൾ പേടിച്ച് പോരുത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 90 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 100 മാർക്ക് വാങ്ങാനല്ല നമ്മൾ പോകുന്നത്, നമുക്ക് ടോപ്പിൽ വന്ന് ഒരു ജോലി എത്തിക്കാനാണ്. അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ, ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ എക്സാം എഴുതുന്നത് 90% അല്ലെങ്കിൽ 99% ആൾക്കാർ
ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ ആ ഒരു ടെൻഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അറിയില്ല എന്നുള്ള ടെൻഷൻ വെച്ചിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ കൊണ്ട് വെള്ളത്തിൽ കളയരുത്. പോയിന്റ് ക്ലിയർ ആണല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മിക്സഡ് ബാഗ് തന്നെ ക്വസ്റ്റ്യൻസിന്റെ ലെവലിൽ നിങ്ങൾ IU എക്സാമിന് പ്രതീക്ഷിക്കുക. ഇനി ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് എക്സാം ഹാളിൽ കൊണ്ടുവരേണ്ടത്? എക്സാം ഹാളിലെ സ്ട്രാറ്റജി എന്തായിരിക്കണം? നമ്മളൊരു ടെക്നിക്കൽ എക്സാം എഴുതുമ്പോൾ ഓൾവേസ് ഫോളോ ആ 3 റൗണ്ട് അപ്രോച്ച് അല്ലെങ്കിൽ 3 റൗണ്ട് സ്ട്രാറ്റജി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എക്സാം ഹാളിൽ യൂസ് ചെയ്യേണ്ടത്. എന്താണ് 3 റൗണ്ട് സ്ട്രാറ്റജി? അതായത് ഈ 1 മുതൽ 100ാമത്തെ ചോദ്യം വരെ നിങ്ങൾ മിനിമം 3 തവണയെങ്കിലും എന്ത് ചെയ്യണം? പോയിരിക്കണം. അതായത് ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം, അതായത് 1 മുതൽ 100 വരെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് റൗണ്ടിൽ പോയിരിക്കണം. അതിൽ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? അറിയാവുന്ന ചോദ്യം 100% ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ആൻസർ ചെയ്യുക. അത് അപ്പം തന്നെ OMRൽ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്തിട്ട് പോവുക. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറന്നുപോയി എന്നൊക്കെ തോന്നുന്ന ചോദ്യങ്ങളാണെങ്കിൽ അവനെ എന്ത് ചെയ്യുക? ഒരു റെഡ് സർക്കിൾ ഇട്ടോ അല്ലെങ്കിൽ റെഡ് ഇട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്നിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ ഈ റെഡ് ഇട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക? അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു 50% ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കുഴപ്പമില്ല. സെക്കൻഡ് റൗണ്ട് വരുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ കൂടി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ആ സമയം കൊണ്ട് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ പല ഫോർമുലാസ് ഒക്കെ ഓർമ്മ വരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇതല്ല, നിങ്ങൾ ഫസ്റ്റ് ഒരു ഡൗട്ട് വന്ന ചോദ്യത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ അവിടെ താഴോട്ട് ഉണ്ടാവുകയും ചെയ്യും. ചിലപ്പോൾ അവിടേക്ക് എത്താൻ നിങ്ങൾക്ക് സമയം തികച്ചൊന്നും വരില്ല. മൂന്നാമത്തെ റൗണ്ടിൽ ഈ രണ്ടാമത്തെ റൗണ്ടിലും കിട്ടാത്ത ചോദ്യങ്ങൾ, അതായത് രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾ ആലോചിച്ചിട്ട് കിട്ടാത്ത ചോദ്യങ്ങളുണ്ടല്ലോ, മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ചോദ്യങ്ങൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ ഒരു 1.25 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മിനിമം 3 തവണയെങ്കിലും കണ്ടിരിക്കണം. ലാസ്റ്റ് 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് എപ്പോഴും ഏതൊരു എക്സാം ആണെങ്കിലും ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, നിങ്ങളുടെ ടെൻഷൻ, നമ്മളെല്ലാവരും കുറേ നാളായിട്ട് ഇത് പഠിക്കുകയാണ് അല്ലേ? അതായത് സിലബസ് മാറി, അപ്പം നമ്മൾ കുറച്ച് ടെൻസ്ഡായി, പുതിയൊരു സിലബസ് വന്നു, എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ആയിട്ടൊരു ഫീൽഡാണ്. പക്ഷേ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ ഈ ഇത്രയും നാൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ടെൻഷൻ എല്ലാം നമുക്ക് എക്സാം ഹാളിൽ ഫീൽ ചെയ്യും. ആ 10 മിനിറ്റ് നമ്മൾ ആ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് വളരെ കൂളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് വരില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ഈ പറയുന്ന അറിഞ്ഞൂടാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങൾ ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യുന്നു, ആദ്യത്തെ 10 മിനിറ്റ് നിങ്ങൾ എങ്ങനെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നു, അവസാനത്തെ 15 മിനിറ്റ് നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു. ആ അവസാനത്തെ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും കാൽക്കുലേറ്റഡ് ഗസ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1-2 മാർക്കൊക്കെ എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ എക്സാം ഹാളിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി തന്നെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ദാറ്റ് ഇസ് ഞാൻ പറഞ്ഞ 3 റൗണ്ട് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റഡ് ഗസ് അല്ലെങ്കിൽ എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം അവിടെ നിങ്ങൾക്ക് സേഫ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു അറ്റംപ്റ്റ് നടത്താൻ പറ്റും. കാരണം ഓൾറെഡി ഈ 3 റൗണ്ടിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്തു? അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതല്ലാതെ നിങ്ങൾ 1 മുതൽ 100 വരെ ഒരേ ഒറ്റ സീക്വൻസിൽ പോയി ഓരോന്നും അറിയാത്തതൊക്കെ വീണ്ടും ട്രൈ ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ 100ാമത്തെ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റംപ്റ്റ് എത്തിക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് സമയം തീർന്നു പോകും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. പിന്നെ മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ മിനിമം 2 കളർ പേനയെങ്കിലും നിങ്ങൾ കൊണ്ടുപോവുക. ഡൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യുക. കാരണം രണ്ടാമത്തെ റൗണ്ടിലും 3ാമത്തെ റൗണ്ടിലും ആ ഡൗട്ട്ഫുൾ ക്വസ്റ്റൻസ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കാണാൻ പാടുള്ളൂ. അതിനുവേണ്ടിയാണ് OMRൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. അവസാനം എല്ലാം കൂടി മാർക്ക് ചെയ്യാന്ന് വിചാരിക്കരുത്. ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഇതൊക്കെ എന്തിനാ പറയുന്നത് ചോദിക്കും. പക്ഷേ ഇങ്ങനെയും മിസ്റ്റേക്സ് വരുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, ഇനി എക്സാം ഹാളിൽ നിങ്ങൾ നിങ്ങളുടെ പേപ്പർ മാത്രം നോക്കുക. വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്ത് ടെൻഷൻ അടിക്കാതിരിക്കുക. 0 ടെൻഷൻ 0 മിസ്റ്റേക്സ് ആയിരിക്കും. ആ ഒരു പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഹാളിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങളുടെ കൈപ്പടയിൽ എഴുതിയ ഷോർട്ട് നോട്ട് ഉണ്ടല്ലോ, പിന്നെ ക്വിക്ക് റിവിഷൻ നോട്ട്സ് ഉണ്ടല്ലോ, ആ നോട്ട്സ് എല്ലാം എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്ത് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമുലേസ് ഉണ്ടാവും, ചെറിയ ചെറിയ ഇക്വേഷൻസ് ഉണ്ടാവും. അതെല്ലാം നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങളുടെ ഷോർട്ട് നോട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ റെഫർ ചെയ്തിട്ട് തന്നെ പോവുക. ഞാൻ പറഞ്ഞു മാത്സിന് ഉൾപ്പെടെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുള്ള തിയറിറ്റിക്കൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യുക. ഒരു എന്തുകൊണ്ടും നിങ്ങൾക്കത് ബെനിഫിഷ്യൽ ആയിട്ട് മാറും. അതുപോലെ തന്നെ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക. ഒരിക്കലും 100 മാർക്കും ഞാൻ അറ്റംപ്റ്റ് ചെയ്യും ഈ പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. നമുക്ക് എന്താണ് 2 മാസം അല്ലെങ്കിൽ ഒരു 80 ഡേയ്സ് ഒക്കെയാണ് നമുക്ക് ഈ എക്സാമിന് സിലബസ് മാറിയതിന് ശേഷം കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്രയും സമയം കിട്ടില്ല. ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡാണ് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എക്സാം ടഫ് ആണെങ്കിൽ അത് എല്ലാവർക്കും ടഫ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അല്ല
അയ്യോ എനിക്ക് മാത്രമാണ് ഈ ചോദ്യങ്ങൾ ബുദ്ധിമുട്ട് എന്ന് വിചാരിക്കരുത്. എക്സ്പെക്ട് ചെയ്യുക ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബുദ്ധിമുട്ടായിരിക്കും, ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും, അഡ്വാൻസ്ഡ് ലെവൽ ആയിരിക്കും. ആ 10 മുതൽ 15 ചോദ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഓപ്ഷനേ കറക്റ്റ് ആയിരിക്കും ഉണ്ടാവില്ല. ആ 10 മുതൽ 15 ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് അറിയാവുന്ന 80 to 90 ക്വസ്റ്റ്യൻസ് കൊണ്ട് വെള്ളത്തിൽ കളയരുത്. ആ 10 ചോദ്യങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ആ ഇതിൻ്റെ ഒരു ഏറ്റവും ഫണ്ണി ഫാക്ട് എന്ന് പറയുന്നത് ഈ 10 ചോദ്യങ്ങൾ നിങ്ങളുടെ ഗോളിൽ ആദ്യത്തെ 10ലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കും. നിങ്ങൾക്ക് വിചാരിക്കും ഇതെനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയതാണ്. അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക, അതും അറിയില്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജി ഉറപ്പായിട്ടും നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാ ഇന്റർവ്യൂവിൽ അവർ ഫോളോ ചെയ്ത സ്ട്രാറ്റജി ഇത് തന്നെയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റിലാണെങ്കിൽ നമ്മുടെ ഡൗട്ടിലൊക്കെ വരുന്നതാണ് പലപ്പോഴും ക്വസ്റ്റ്യൻ നേരെ വായിക്കാതെ അല്ലെങ്കിൽ ഓപ്ഷൻ ചിലപ്പോൾ നോട്ട് കറക്റ്റ് എന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവും, ഓപ്ഷൻസിൽ വ്യത്യസ്തത ഉണ്ടാവും. ഓപ്ഷൻസും അതുപോലെ തന്നെ ക്വസ്റ്റ്യനും വളരെ ശ്രദ്ധിച്ച് തന്നെ വായിക്കുക. പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട 1-2 ചെക്ക് പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, എക്സാം ഈസി ആണെങ്കിൽ, അതായത് എക്സാം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാവർക്കും അത് എളുപ്പമായിരിക്കും അല്ലേ. മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് തെറ്റില്ലാതെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി എക്സാം ഇത്തിരി ടഫാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഔട്ട് ഓഫ് സിലബസ് അല്ലെങ്കിൽ സിലബസ് മെൻഷൻ ചെയ്യാത്ത അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് ഒക്കെ വന്നു നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നെഗറ്റീവ് വരാതിരിക്കുക, അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതുക. പോയിന്റ് ക്ലിയർ ആണല്ലോ. ടഫ് എക്സാം ആണെങ്കിൽ അവോയ്ഡ് നെഗറ്റീവ് മാർക്സ്. ഈസി എക്സാം ആണെങ്കിൽ അറ്റംപ്റ്റ് മാക്സിമം, അതായത് മാർക്സ് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ചെറിയ തെറ്റുകൾ പോലും വരുത്താതിരിക്കുക, കാരണം എല്ലാവർക്കും എളുപ്പമായിരിക്കും. നിങ്ങളുടെ അറ്റംപ്റ്റ് കൂട്ടിയാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലേ. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 100 മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു 15 to 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 to 15 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടഫ് ആയിരിക്കും, അഡ്വാൻസ് ലെവൽ ടോപ്പിക് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. അതിപ്പോൾ ഓപ്ഷൻസേ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ കറക്റ്റായിട്ട് എഴുതാനാണ് ശ്രമിക്കേണ്ടത്. 100 മാർക്കുമല്ല. 100 മാർക്ക് ഒരിക്കലും ഒരു PSC എക്സാമിന് കട്ട് ഓഫ് വരാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അറ്റംപ്റ്റ് ചെയ്യാനോ ആർക്കും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടി ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ വൃത്തിയായി കറക്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ടഫായിട്ടുള്ളതും കൺഫ്യൂസിംഗ് ആയിട്ടുള്ളതും വരികയാണെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് അതിന് മിനിമം സമയം മാത്രം കൊടുക്കുക. ഇനി മറന്നു പോകുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അറിയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ചോദ്യമാണെങ്കിൽ എന്ത് ചെയ്യുക, സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ മാത്രം എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് 15 മിനിറ്റ്സ്, ആ ലാസ്റ്റ് 15 മിനിറ്റ്സിൽ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റഡ് ഗസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നും കൂടി എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്യുക. അതും ഒരു കാൽക്കുലേറ്റഡ് ഗസ് ആണ്, വെറുതെ റാൻഡം ആയിട്ട് കുത്തരുത്. ആ ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കുക. നേരത്തെ തന്നെ പറഞ്ഞു സിലബസ് എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയതാണ്. എക്സാമിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം നമുക്ക് എത്ര ദിവസമാണ് കിട്ടിയിട്ടുള്ളത്? 3 മാസത്തിന് താഴെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സിലബസ് പഠിച്ചെടുക്കാൻ കിട്ടിയ സമയം ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, എല്ലാവരെയും പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഏറ്റവും മാക്സിമം എഫേർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഈ 3 മാസത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് ഈ എക്സാം ഹാളിൽ എനിക്ക് അറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും ഏറ്റവും കറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ കെയർലെസ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റണം. അതുവരെ നിങ്ങൾ വേറെ ആരുമായിട്ടും കമ്പയർ ഒന്നും ചെയ്യാതെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവിടെ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പുറത്തിരിക്കുന്ന ഒരാൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്ന പോലും നിങ്ങൾ നോക്കരുത്. അതെല്ലാം അനാവശ്യ സ്ട്രെസ് ആയിരിക്കും നിങ്ങൾക്ക് കൊണ്ടുവരിക, നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തും. നിങ്ങളെ പേപ്പർ മാത്രം നോക്കുക. ആ 1.5 മണിക്കൂർ മാക്സിമം എഫേർട്ട് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. എഗെയിൻ 100 മാർക്ക് സ്കോർ ചെയ്യാനല്ല പോകുന്നത്. നമുക്ക് ആ എക്സാമിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് ഒരു ജോലിയിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചിലപ്പോൾ എക്സാം ടഫ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ കുറയുന്നുണ്ടാവും. അത് ഓർത്ത് ടെൻഷൻ അടിച്ച് അറിയാത്ത ക്വസ്റ്റ്യൻസ് കയറി കുത്തരുത്. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. നമ്മൾ എപ്പോഴും ചിന്തിക്കാൻ പോകുന്ന എക്സാം ഹാളിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ അറിയോ, ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന പോലെ ജോലി എന്ന് കിട്ടും, എൻ്റെ റാങ്ക് താഴെയായി പോകും, എത്ര വേക്കൻസി ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് അനാവശ്യ സ്ട്രെസ്സാണ് കൊണ്ടുവരാൻ പോകുന്നത്. നിങ്ങൾ ഔട്ട്കത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് വരും. അല്ലെങ്കിൽ നിങ്ങൾ ഈ എക്സാമിന് കയറുന്നതിന് അതുവരെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങളുടെ നോട്ട് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു മാത്സ് ഉൾപ്പെടെ ഫോർമുലാസും പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട്. അത് പഠിക്കാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് മാക്സിമം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 3 റൗണ്ട് പോയി മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വേണം. ചെറിയൊരു സെഷനാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സ്കോർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും സീരിയസ് ആയിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ IO എക്സാമിന് വേണ്ടി സീരിയസ് ആയിട്ട് പഠിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.